ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 18ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഈ ഒരു ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് നമ്മൾ വായിച്ചു കേട്ട വചനങ്ങളിൽ ഏറ്റവും കൂടുതൽ കണക്റ്റഡായിട്ട് നിൽക്കുന്ന ഒരു ഞായറാഴ്ച വായനകൾ ഈ ഞായറാഴ്ചത്തെയാണ്. ഇന്നത്തെ 1ാമത്തെ വായന സഭാപ്രസംഗത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. അതിനകത്ത് പറയുന്നുണ്ട് എല്ലാം മിഥ്യയാണ്. കാരണം അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത്, ഒരാൾ വളരെയധികം കഠിനാധ്വാനത്തിലൂടെ തൻ്റെ കഴിവും ബുദ്ധിയും ജ്ഞാനവും എല്ലാം ഉപയോഗിച്ച് കുറേ അധികം സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ആസ്വദിക്കുന്നില്ല. ഇതൊന്നും ചെയ്യാത്ത അടുത്തൊരു തലമുറയിൽപ്പെട്ട ഒരാൾക്ക് ഇതെല്ലാം കൊടുക്കുന്നു, അയാളത് ആസ്വദിക്കുന്നു. പറയുന്നത് ഒരു വിരോധാഭാസം. ഈ ഒരു പാരഡോക്സിനെ, അതിന് ആ വാനിറ്റി കൃത്യമായിട്ടും പറയുന്നുണ്ട്, മിഥ്യയാണെന്ന് പറയുന്നുണ്ട്. അയാളുടെ ജീവിതത്തിൽ അയാൾ അധ്വാനിക്കുന്നത് മൊത്തം സന്തോഷമായിട്ട് നിൽക്കാനും, പക്ഷേ അയാൾക്ക് ഒട്ടും സന്തോഷമില്ല. എല്ലാം മിഥ്യയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യത്തേത്. നമ്മൾ അധ്വാനിക്കുന്നത് പലപ്പോഴും നമ്മളുടെ അതിൻ്റെ ഒരു റിസൾട്ട് കാണുന്നില്ല എന്നുള്ള കാര്യം 1ാമത്തെ വായനത്തിൽ പറയുന്നുണ്ട്. 2ാമത്തെ വായന പൗലോസ് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള പറയുന്നത്, നിങ്ങളിതുണ്ടോ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് പ്രവർത്തിക്കരുതെന്ന് വെച്ചാൽ ക്രിസ്തുവിനോട് ബന്ധമുള്ള കാര്യങ്ങൾക്കായിട്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്. ഇതാണ് 2ാമത്തെ വായന. സുവിശേഷത്തിൽ, ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കൃത്യമായിട്ടും കാണുന്നൊരു കാര്യമാണ്. കർത്താവിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറയുന്നു, എൻ്റെ സഹോദരനോട് എൻ്റെ ഓഹരി എന്താണ്, എൻ്റെ അവകാശം എന്താണ്, അതെനിക്ക് തരണമെന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, സഹോദര, എന്നെ ആരാണ് ഒരു ന്യായാധിപനോ അല്ലെങ്കിൽ സ്വത്ത് ഭാഗിച്ചു കൊടുക്കുന്നതിനായിട്ട് നിങ്ങളത് എന്തുകൊണ്ട് എന്നെ അങ്ങനെ കരുതുന്നത്? ഞാൻ അത് ചെയ്യേണ്ട ആൾക്കാർ. അപ്പോൾ കർത്താവ് പിന്നെ പറയുന്നതൊരു ധനികനായ ഒരു മനുഷ്യൻ്റെ ഉപമയാണ്. വളരെ നമുക്ക് എപ്പോഴും അറിയാവുന്നൊരു കാര്യമാണ്. ധനികന് നല്ല വിളവുണ്ടായപ്പോൾ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹങ്ങൾ വരികയാണ്, സ്വപ്നങ്ങൾ വരികയാണ്. ഈ അതിമോഹം, സ്വപ്നമൊക്കെ എല്ലാം വരുന്നത് ഇങ്ങനെയാണ്. എനിക്കിപ്പോൾ ഇതുണ്ടോ, ഞാനിതൊക്കെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ അത് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഈ അറപ്പുകളൊക്കെ ഞാനെല്ലാം നശിപ്പിച്ചിട്ട് പൊളിച്ചിട്ട് ഞാൻ ഇതിലും വലുത് പണിയും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളോടൊരു മാലാഖ എന്നിട്ട് പറയുന്നു, നിനക്ക് നാളെ ഉണ്ടെന്ന് എന്താ ഉറപ്പ്? ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ എടുക്കാൻ പോവാൻ. അപ്പോൾ ഈ കർത്താവ് പറയുന്നത്, ഈ സാധനങ്ങളോട്, നമ്മൾ എൻ്റേതെന്ന രീതിയിൽ നിൽക്കുന്ന കുറേ കാര്യങ്ങളോട്, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളോട്, അത് നമ്മൾ പരിശോധിക്കാനാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഈ 3 വായനകൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യം സുവിശേഷത്തിൽ നിന്നും 1ാം വായന മനസ്സിലാക്കി, അതിൽ നിന്നും 2ാം വായന മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമാണ്. കർത്താവ് ഈ കർത്താവിനോട് വന്നിട്ട് ഈ സ്വത്ത് ഭാഗിക്കാൻ വേണ്ടി പറയുമ്പോൾ കർത്താവിനെ ഒരു വിധികർത്താവാക്കിയതല്ല ബുദ്ധിമുട്ട്. മറിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം, കർത്താവ് കണ്ടത് എന്താണ്? ഒരിച്ചിരി സ്വത്തിന് വേണ്ടിയിട്ട് തൻ്റെ സഹോദരനെ ഉപേക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരാളെ കർത്താവാണെന്ന്. ഒരു സ്വത്തിന് വേണ്ടി, ഒരിച്ചിരി സ്ഥലത്തിന് വേണ്ടി, കുറച്ച് പണത്തിന് വേണ്ടിയിട്ട് തൻ്റെ സഹോദരന്, കാരണം സ്വത്ത് ഭാഗിച്ചെടുക്കുന്നത് എന്തിനാണ്? അവനെ ഉപേക്ഷിച്ച് പോകാനാണ്. എനിക്കിനി അവൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല എന്നൊരു മനോഭാവമുള്ള ഒരാളാണ്. അവിടെ കർത്താവ് കാണുന്ന ആ മനോഭാവത്തെയാണ്. കർത്താവ് ഈ ഒരു ഉപമയിലൂടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് ആ മനോഭാവം മാറാനാണ്. കർത്താവ് ഈ ഒരു ഇന്ന് രാത്രി കഴിഞ്ഞാൽ നിനക്കൊരു ദിവസം ഇല്ല എന്ന് പറയുമ്പോൾ കർത്താവ് ആവശ്യപ്പെടുന്നത്, നിനക്ക് ഈ ലോകത്തിലെ സാധനങ്ങളൊന്നും എല്ലാം നീ ഉപേക്ഷിച്ച് ഒരു അസറ്റിക്ക്, ഒരു സന്യാസിയെ പോലെ നടക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടല്ല. മറിച്ച് കർത്താവ് നമ്മളോട് പറയുന്നത്, ഒരു മനോഭാവത്തിലൊരു മാറ്റം ഉണ്ടാവണം. എന്താണ്? എൻ്റെ ഈ സാധനങ്ങളല്ല, മറിച്ച് അതിനും വലുത് മറ്റൊന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ നമ്മൾ ആ 1ാമത്തെ വായന മനസ്സിലാക്കാൻ നോക്കിയാലോ, ഇതുണ്ട്. നമ്മൾ പലപ്പോഴും സാധനങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് കുറേ അധികം അധ്വാനിക്കും, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, ദിസ് ഇസ് നത്തിങ്, വാനിറ്റി, മിഥ്യയാണെന്നാണ് കർത്താവ് പറയുന്നത്. 2ാമത്തെ വായനയായിട്ടുള്ള വരുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്? ക്രിസ്തുവിനോട് ചേർന്നുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ആ ഒരു കണക്ഷൻ കൃത്യമാണ്. അപ്പോൾ ഇന്ന് ഈ വചനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു വേലിയുടെ പേരിൽ, ഒരു മതിലിൻ്റെ പേരിൽ, ഒരു ഇച്ചിരി സ്ഥലത്തിൻ്റെ പേരിൽ ഒക്കെ ആൾക്കാർ, കുടുംബങ്ങൾ തമ്മിലൊക്കെ വഴക്കിടുന്നത്. എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളിൽ വായിച്ചൊരു പത്രവാർത്ത ഇങ്ങനെയായിരുന്നു. കോഴിക്കോട് ഒരു സഹോദരന്മാർ തമ്മിൽ തേങ്ങ എടുക്കുന്നതിനെക്കുറിച്ച്, തേങ്ങ പറിക്കുന്നതിനെ വെച്ചുകൊണ്ട് വഴക്കിട്ട് 4 പേർക്ക് പരിക്കേറ്റുന്ന രീതിയിൽ ഈ ദിവസങ്ങൾ വായിച്ച ഒരു ഇതാണ്. കോഴിക്കോട് സൈഡിലുള്ള ഒരു ജോണി, അങ്ങനെ എന്തൊക്കെയോ പേരുള്ള ഒരു ന്യൂസ്. ഞാൻ പറയുന്നത്, ഇത് അവിടെ മാത്രമല്ല, നമുക്ക് എല്ലായിടത്തും ഉള്ളൊരു കാര്യമാണ്. ചെറിയ സ്ഥലത്തിന് വേണ്ടി, കുറച്ച് കാശിന് വേണ്ടിയൊക്കെ നമ്മൾ എവിടെയൊക്കെയോ ബന്ധങ്ങൾ വേണ്ടെന്ന് പറയുമ്പോൾ അവിടെയാണ് കർത്താവ് പറയുന്നത്, ഇതൊന്നുമില്ല, ഇന്ന് രാത്രി കഴിഞ്ഞാൽ എന്തുണ്ട്? അപ്പോൾ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യം ഒന്നാണ് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ ഈ സാധനങ്ങളൊന്നുമല്ല. ഈ ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റേതെന്ന രീതിയിൽ ഞാൻ വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ, അത് ചിലപ്പോൾ എൻ്റെ പണമാവാം,
എൻ്റെ സ്വത്താകാം. ചില സമയത്തൊക്കെ നമ്മൾ ഈ അടുത്ത സിസ്റ്റർമാരുടെ കേസിൽ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ സ്ത്രീയുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ മതം എന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു എക്സ്ട്രീം ചിന്ത, അതും ഈ പറഞ്ഞ ഈ ലോകത്തിൻ്റെതാകുന്ന രീതിയിലായി പോകണേ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചിന്നാറിൽ ഒരു 6 കുട്ടികൾക്ക്, ആദിവാസി കുട്ടികൾക്ക് അവർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചൊരു സമയമുണ്ട്. അപ്പോൾ അതും ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കാണുന്നൊരു ന്യൂസാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ എന്ന് പറഞ്ഞ ഒരു കുലം, ഒരു ജാതി, അങ്ങനത്തെ ഒരു സാഹചര്യം, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? നമ്മളുടേതെന്ന രീതിയിൽ വെക്കുന്ന കാര്യങ്ങൾ എന്താണ്? അതൊക്കെ ഈ ലോകത്തിൻ്റേതാണ്. കർത്താവ് പറയുന്നതല്ല, അതിനും അപ്പുറത്തേക്ക് വരണം. എൻ്റേതെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റേതായിരിക്കണം. ആ കർത്താവായിട്ടുള്ള ബോണ്ട് കൃത്യമാക്കണം. പിന്നെ ക്രിസ്തു എൻ്റേതാകുമ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് എക്സ്പ്രഷൻ വരുന്നത് നമ്മളുടെ ഒപ്പമുള്ള സഹോദരങ്ങളോടുള്ള പെരുമാറ്റത്തിലാണ്. പലപ്പോഴും ഏറ്റവും കൂടുതൽ സങ്കടം വന്നേക്കുന്നൊരു കാര്യം, ചില സമയത്തൊക്കെ സ്ഥലത്തിൻ്റെ പേരിലും കാശിൻ്റെ പേരിലും ഉള്ള സഹോദരങ്ങൾ തമ്മിലും അല്ലെങ്കിൽ അയൽവാസികൾ തമ്മിലുള്ളൊക്കെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും തലമുറകളിലേക്ക് കൈമാറിപ്പോകുന്നത് കാണാറുണ്ട്. നിങ്ങൾ തമ്മിലുള്ള വഴക്ക് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളിലേക്ക് കൊടുക്കുന്നു? അത് തെറ്റല്ലേ? അപ്പോൾ ഇന്ന് ഈ വചനങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻ്റെ നിക്ഷേപം അതെന്താണ്? അത് സ്വർഗ്ഗത്തിൽ തന്നെയാണ്. ക്രിസ്തുവിനോട് ബന്ധമുള്ള കാര്യങ്ങൾക്കായിരിക്കണം. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ക്രിസ്തു തന്നെയാണ്. അതിൻ്റെ ഏറ്റവും ബേസിക് എക്സ്പ്രഷൻ വരുന്നത് ഈ സഹോദരങ്ങളോടുള്ള, അതെൻ്റെ കുടുംബാംഗങ്ങളാവാം, എൻ്റെ ബന്ധുമിത്രാദികളാവാം, എൻ്റെ അയൽവാസികളാവാം, ഇവരെല്ലാവരുമാണ്. ആ ഒരു എക്സ്പ്രഷനിൽ ഒരു ക്ലാരിറ്റി വരണം. ആ ഒരു എക്സ്പ്രഷനിൽ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടു കൂടെ മറ്റുള്ളവരോടാകാനും, പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ബന്ധങ്ങൾക്ക് ക്ഷതമേൽപ്പിക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ മക്കളിലേക്ക് കൊടുത്ത് ആ മനോഭാവം പിന്നെയും തുടർന്നു പോകണേ. കർത്താവ് ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ആവശ്യപ്പെടുന്നത് ആ ഒരു മനോഭാവത്തിലൊരു മാറ്റമാണ്. ഒരു സ്വത്ത് ഭാഗിക്കുന്നതിലല്ല, അതിനപ്പുറത്തേക്ക് ബന്ധം മുറിഞ്ഞു പോകുന്ന കർത്താവിനെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്. ഇന്ന് ഈ വചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കാം, ദൈവമേ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് കണ്ണ് തുറന്ന് ജീവിക്കാൻ, എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിനൊന്ന് പരിശോധിക്കാൻ, ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ഞാൻ എത്രത്തോളം എൻ്റെ കുറേ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഇതെന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എത്ര പേരേക്ക് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. കർത്താവെ, നാളൊരു ദിവസത്തേക്ക് എനിക്ക് ജീവൻ തരികയാണെങ്കിൽ കർത്താവെ, ഏറ്റവും മനോഹരമായിട്ട് എല്ലാവരോടും സ്നേഹത്തോടു കൂടി ജീവിക്കാനുള്ള കൃപ തരണമേ. എല്ലാവരോടും സന്തോഷത്തോടെ സ്വീകരിക്കാൻ. ചിലപ്പോൾ മറ്റുള്ളവരോട് എനിക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ എനിക്ക് അവരോട് പോയി സംസാരിക്കാനും ചിരിച്ച് നിൽക്കാനും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതിന് അപ്പുറത്തേക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ഇങ്ങനത്തെ മനസ്സിലെ നിയോഗങ്ങൾ വെച്ചുകൊണ്ട്, ചിന്തകൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.